വർക്കി വിധേയത്തിൽ കാലം ചെയ്തു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 84-കാരനായ അദ്ദേഹം കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. ജീവിത വഴിയുടെ ഓരോ നിമിഷത്തിലും കെടാത്ത പ്രാർത്ഥനാ ചൈതന്യം മുറുകെ പിടിച്ചിരുന്ന ആത്മീയാചാര്യന്റെ അന്ത്യനിമിഷങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ വിശുദ്ധീകരിക്കപ്പെട്ടു. വിശ്വാസികൾക്കായി അല്പനേരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മാർപ്പാപ്പയെ സന്ദർശിക്കാനായി വത്തിക്കാനിൽ പോയ മറ്റു ബിഷപ്പുമാർ തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഖബറടക്കം. മെത്രാൻമാരുടെ സിനഡ് ചേർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കും വരെ കൂരിയ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനായിരിക്കും സിറോ മലബാർ സഭയുടെ ഭരണ ചുമതല. വലിയ പിതാവിന് ആദരമർപ്പിക്കാൻ 3 മണി മുതൽ ലിസി ആശുപത്രിയിലേക്ക് ജനപ്രവാഹമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തിവെച്ച് രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. മെത്രാൻമാരും വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും പിതാവിന് ആദരമർപ്പിച്ചു. ലിസി ആശുപത്രി ചാപ്പലിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വിലാപയാത്ര 6 മണിയോടെ അങ്കമാലിയിലെത്തി. കേന്ദ്രമന്ത്രി വയലാർ രവി, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, മന്ത്രി ജോസ് തെറ്റയിൽ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് രാത്രി വൈകിയും അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. സിറോ മലബാർ സഭയുടെ തലവനും പിതാവും എന്ന നിലയിൽ സഭയെ ഏറെ സ്നേഹിക്കുകയും വിശുദ്ധതയോടെ ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു നല്ല സഭാ പിതാവായിരുന്നു അഭിമന്യ വർത്തിക്കുന്നത്. അദ്ദേഹം സഭയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുകയും അത് സാധിച്ചെടുക്കുവാൻ അനാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം സ്നേഹസമ്പന്നനും വിനീത ഹൃദയനുമായിരുന്നു. സഭയിലും സമൂഹത്തിലും ഐക്യവും സമാധാനവും കളിയാടുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. വിവിധ മേഖലകളിൽ സിറോ മലബാർ സഭയെ പുരോഗതിയിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലത്തിൽ സാധിച്ചിട്ടുണ്ട്. ഏവർക്കും എപ്പോഴും അദ്ദേഹം അഭിഗമ്യനായിരുന്നു. വിനയത്തോടൊപ്പം പാണ്ഡിത്യവും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു. കർണാടക നിലയിലെ മാർപ്പാപ്പായോട് ചേർന്ന് ആഗോള സഭയെയും അദ്ദേഹം ശുശ്രൂഷിച്ചു. അങ്ങനെ ഏവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറെ വർഷങ്ങൾ സിറോ മലബാർ സഭയെ പ്രത്യേകമായും ആഗോള സഭയെ പരോക്ഷമായും സ്നേഹിച്ച് ശുശ്രൂഷിച്ച അഭിമന്യ വർത്തിപിതാവിന്റെ നിര്യാണം നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അപ്രതീക്ഷിത വിയോഗത്തിന്റെ തീരാവ്യഥയിലാണ് കർദിനാളിന്റെ വലിയ പെങ്ങൾ അന്നക്കുട്ടി. സഹോദരന്റെ ഭൗതിക ശരീരം കാണുന്നതിനായി 91-കാരിയായ അന്നക്കുട്ടി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഇനി നേരിൽ കാണില്ല എന്ന അവസാന കൂടിക്കാഴ്ചയിൽ വലിയ പിതാവ് പറഞ്ഞത് അങ്ങനെ യാഥാർത്ഥ്യമായി.
സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ അത്യുന്നത കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ നിര്യാണം കേരള സഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും വലിയ തീരാനഷ്ടമാണ്. അഭിവന്യ വർക്കി പിതാവ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ശക്തമായ പ്രതീകമായിട്ടാണ് ഞാൻ എന്നും കണ്ടിരുന്നത്.